ആലത്തൂർ ദേശീയപാത വാനൂർ പൊട്ടിമടയിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നുണ്ട്. കലുങ്ക് നിർമ്മാണത്തിനിടെ പാതയുടെ മണ്ണിടിയുന്നത് വാഹനങ്ങൾക്ക് ഭീഷണിയാവുന്നതായി പരാതികൾ ഉയരുന്നു. അധികൃതർ ശ്രദ്ധിക്കുക. അടുത്ത റിപ്പോർട്ടിലേക്ക്. ചിറ്റൂർ സത്യസായി സേവാ സംഘത്തിന്റെ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ചിറ്റൂർ പാലാഴി കല്യാണ മണ്ഡപത്തിലാണ് 36ാമത് സപ്താഹയജ്ഞം നടത്തുന്നത്. 5 ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നാരായണീയ പാരായണീയം നടന്നുവരുന്നു. ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, വിളംബര സമ്മേളനം എന്നിവ നടത്തി. ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തു. സനാതന ധർമ്മം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. തുടർന്ന് പ്രസാദമൂട്ട്, സത്യസായി സംഗീതാർച്ചന എന്നിവയും നടന്നു. ഓരോ കാലഘട്ടത്തിലും ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ആശയങ്ങൾ അതാത് കാലത്തിന് യോജിക്കത്തക്ക വിധത്തിൽ ഈ ഭാരതത്തിൽ മഹാപുരുഷന്മാർ വരാറുണ്ട്. നമ്മൾ അവരെ അവതാരം എന്ന് വിളിക്കാറ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ എല്ലാ സങ്കീർണതയും മനസ്സിലാക്കി അതിന് ലളിതമായ ഉത്തമമായ പരിഹാരം ഭഗവാൻ പറഞ്ഞു തന്നു. എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുക, എല്ലാവർക്കും പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. ലളിതമായി സ്വാമി പറഞ്ഞു, ലവ് ഓൾ സെർവ് ഓൾ. അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കണേന്ന് സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞു, നീ നിൻ്റെ മകനെ സ്നേഹിക്കുന്നതിന് പുതിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. അതുപോലെ എല്ലാവരെയും സ്നേഹിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നാണ് സ്വാമി തിരിച്ചു ചോദിച്ചത്. അപ്പം അതിന് വേണ്ടത് ഞാൻ എൻ്റെ എന്നുള്ളതിൻ്റെ അകത്ത് സ്വാർത്ഥതയുണ്ടെന്നും എൻ്റെ സുഖം എല്ലാവരിലും കൂടെ ഉള്ള നന്മയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അടുത്ത വീട്ടിലൊരാൾക്ക് തലയ്ക്ക് അസുഖമുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം പോവും, നമുക്ക് സൂര്യക്കേട് വരും. അപ്പോൾ അയൽവക്കത്തുള്ളവർ ശാന്തമായിട്ടിരിക്കുന്നത് നമുക്ക് ശാന്തമായിരിക്കും. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സഹായിക്കുക, എനിക്ക് ആകുന്ന വിധത്തിൽ. ഇതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ട ഏറ്റവും സുലളിതമായ ശക്തമായ സമീപനം. അതിലൂടെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. UTV ന്യൂസ്, പാലക്കാട്.